അവിടെ പന്നിക്കുട്ടീനെ പിടിക്കുകയാണ് ഇറച്ചിക്ക് വേണ്ടിയിട്ട്. ഇവർ ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്നതാണ് ഈ പന്നീനെ. ഇപ്പോൾ കിട്ടിയത് അവർക്ക് പോരാവുന്നുണ്ട്, ചെറുതായതുകൊണ്ട് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ കരച്ചിലാണ് കേൾക്കുന്നത്. കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോഴാണ് നമുക്കൊരു സങ്കടം. എനിക്കങ്ങനെയാണ് കേട്ടോ. മുമ്പിൽ വെച്ച് കൊല്ലുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കഴിക്കുന്നതിനൊന്നും ഒരു കേടുമില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് കഴിക്കും. പക്ഷെ മുമ്പിൽ വെച്ച് കൊല്ലുമ്പോൾ ഭയങ്കര വിഷമം, വേദനയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് അമ്മോ കുട്ടിയൊന്നും ഇല്ലാത്ത 4ാമത്തെ ദിവസമാണ്. ഒരു ഏകാന്തത അതിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ തുറക്കുന്നവരുണ്ടാവും. ആദ്യത്തെ 2-3 ദിവസമൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. 4ാമത്തെ ദിവസമായപ്പോൾ ഒരു വല്ലാത്തൊരു എംപ്റ്റിനെസ്, ഒരു ശൂന്യത ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഒറ്റപ്പെടലൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. 2 പേരും ഇല്ല, അതാണ് രസം. കുട്ടിയില്ല, അമ്മുവില്ല. നമ്മുടെയൊക്കെ ഈ പ്രാണവായു എന്ന് പറയുമല്ലോ, അതാണ് അവർ 2 പേരും. എത്ര വർക്ക് ഉണ്ടെങ്കിലും വ്ളോഗിങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ശരി, ബോറിംഗ് ആണ് വീട്ടിലാരും ഇല്ലെങ്കിൽ. ആ ഒരു ഏകാന്തത അനുഭവിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. എല്ലാവരും കൂടെ ഇവിടെ ബെഡിട്ട് നിരന്ന് കിടക്കണതാണ്. ചുമയൊക്കെ വന്നതിന് ശേഷം അമ്മു കിടന്നിരുന്നത് പിന്നെ എവിടെയാണ്. ഇപ്പം മൊത്തത്തിൽ ബ്ലാങ്ക് ആണ്, എം ടി ആണ്. ഇപ്പം ഞാൻ മാത്രമുണ്ട് ദേ ഇവിടെ കിടന്നുറങ്ങാനായിട്ട്. ഈ സൈഡ് മൊത്തം ബ്ലാങ്ക്, ഫുൾ എം ടി. ഇപ്പം പേഴ്സണലായിട്ട് സംസാരിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് നേരം കമ്പ്യൂട്ടറും പുതിയ വ്ളോഗിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും, കുറച്ച് നേരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഓരോ ദിവസം കടന്നു പോകുന്നത്. അമ്മ ഇപ്പോൾ ഫോണ് വിളിച്ച് വെച്ചേ ഉള്ളൂ. അതായത് നാളെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകണത്ര. 7-7:30 ആവുന്ന സമയത്തേക്ക് ഞാൻ അവിടെ വീട്ടിലെത്തണം. എന്നിട്ട് അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകണം. ഏകദേശം 9-9:30 ആകുമ്പോഴേക്ക് ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റും. നമ്മൾ ആ ചുമ ഛർദിയൊക്കെ ഉണ്ടായിരുന്നല്ലോ 1-1.5 മാസത്തോളം, ആ ചുമേൻ്റെ റിവ്യൂ ആണ് ഇപ്പോൾ നാളെ. അപ്പോൾ നാളെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്. അത് പ്രിസ്ക്രിപ്ഷൻ നോക്കാൻ മറന്നുപോയി അമ്മു. ഇപ്പോഴാണ് പെട്ടെന്ന് നോക്കണം. എന്നിട്ട് വിളിച്ച് പറഞ്ഞു നാളെ നേരത്തെ എത്തണം, നമുക്ക് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നാളെ നമുക്ക് കാണാം. കുറേ ദിവസത്തിന് ശേഷം അമ്മുവിനെ വീഡിയോയിൽ വരാൻ പോവുകയാണ്, കാണിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്നൊരു വർക്ക് വന്നിട്ടുണ്ട്. ഒരു ഇംഗ്ലണ്ടിലത്തെ ഒരു വർക്കാണ്, ഒരു ബ്രോഷർ ചെയ്യാനുള്ളതാണ്. നായക്ക് കൊടുക്കണ എന്തൊക്കെയോ മെഡിസിൻ പോലുള്ള സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കത് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് ഏകദേശം ഫുള്ള് ബിസിയായി. വീട്ടിലിപ്പോൾ ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ ഇപ്പം തന്നെ പോയി കിട്ടും. കാരണം ഇനിയിപ്പോൾ രാത്രി വരേക്ക് ഫുള്ള് വർക്കായിരിക്കും. അതിൻ്റെ ഇടയിൽ വ്ളോഗ് ചെയ്യാൻ തന്നെ നേരം കിട്ടാത്ത അവസ്ഥ വരും. 2:10 ചോറ് കഴിക്കട്ടെ. ചോറുണ്ട്, മുളകോഷ്യം പോലത്തെ ഒരു കറിയുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ചേനപ്പേരുണ്ട്, ബീട്രൂട്ട് പേരുണ്ട്, നമ്മുടെ ഉണക്കമീനുണ്ട്, പിന്നെന്തോ ഒരു സാധനം കൂടി ഉണ്ടല്ലോ, തൈരുണ്ട്, പിന്നെന്തുവാ പപ്പടം പൊട്ടിച്ചിട്ടിരിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ഇന്നത്തെ ലഞ്ച്. നീ കഴിച്ചൂടെ? ആ കൊട്ടിയിരുന്നു. കഴിക്കല്ലേ എന്നാ? ഞാൻ ആർക്കാ വലിയ കാത്തിരിക്കുന്നു. ഇപ്പൊ തന്നെ 2:15 എനിക്ക് വിശന്ന് കുടല് കരിഞ്ഞിട്ട് വയ്യ. ഇത് കഴിഞ്ഞിട്ട് വർക്കിലേക്ക് തിരിയണം. പൈപ്പിലെ വെള്ളേ ഇപ്പൊ ഭയങ്കര ചൂടാണ്. ആ ടാങ്ക് പ്ലാസ്റ്റിക് വെച്ചതിന് ശേഷം ഭയങ്കര ചൂടാ. കൈ പൊള്ളുകയാണ്. കൈ നല്ല കൊള്ളതാ. ആദ്യത്തെ വരവേ ഉള്ളൂ, പിന്നില്ല. ഇനി എനിക്ക് വർക്കിലേക്ക് തിരിയണം. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഏകദേശം ആ വർക്കൊന്ന് തീരുമാനമാക്കി അയച്ചു കൊടുക്കണം. കാരണം നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോകാനുള്ളതാണ് അമ്മൂനെ കൊണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് കോപ്പി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിലുള്ള കറക്ഷൻസും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അത് പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് വന്നിട്ട് ചെയ്ത് അയച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇനിയിപ്പോൾ നേരെ വർക്കിലേക്ക് തിരിയണം. പുറത്ത് നോക്കി നല്ല പൊരിഞ്ഞ ചൂടാണ്, നല്ല ഹെവി വെയിലാണ്. ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പേ സാധനം ഇട്ട് വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കില്ല. കാരണം മേലത്തെ ഫ്ലോറും കൂടിയാണ്, ടോപ്പ് ഫ്ലോറും കൂടിയാണ്. പറയുമ്പോണ്ടല്ലോ അമ്മാരി വെയിലടിക്കണം മുകളിൽ നിന്ന്. അയ്യോ, നായക്കാട്ടം പോലെ കിടന്നിരുന്നു, നായക്കാട്ടം പോലെ. ഇതിനെ കിടന്ന് കരക്കണേ. അത് മോറിയിട്ട് ആകെ ക്ഷീണിച്ചു. ഒന്ന് പോയൊക്കെ എൻ്റെ കിളി പോലുണ്ട്. ഒന്ന് പോയി നോക്കിയിട്ട് കാണിച്ചു കൊടുക്കും. അതിപ്പോ നന്നായി. ആദ്യം നന്നായിരുന്നില്ല, മനുഷ്യൻ പോയിരുന്ന അസുഖം വരും അതിൻ്റെ ഉള്ളിൽ പോയിരുന്ന. അങ്ങനെയായിരുന്നു. ഇപ്പൊ താഴത്തേനെക്കാട്ടിലേറെ ഇപ്പോ. കഴുകാറുണ്ടല്ലോ, ഇനി കണ്ടിരുന്നില്ല അതിൻ്റെ ഉള്ളും പുറമൊക്കെ. ചുമരൊക്കെ അത്രയും അഴുക്കുണ്ട്. നിങ്ങൾ വയ്യാത്തോടത്ത് ഒരു ഭാഗത്ത് ഇരുന്നാ മതിയായിരുന്നില്ലേ? എനിക്ക് കാണുമ്പോ വയ്യ. അത് നേരാക്കി വെച്ചിട്ടൊന്നുമല്ല, കാണുമ്പോൾ വയ്യ, സഹിക്കുന്നില്ല. അതുകൊണ്ടാണ് വയ്യെങ്കിലും കയറി പോയിട്ട് തേച്ചരച്ച് വൃത്തിയാക്കിയപ്പോൾ നല്ല വൃത്തിയായി. ഇതാണ് നമ്മുടെ പരിപാടി. ഒരു നിമിഷം വെറുതെ ഇരിക്കില്ല.
എന്തെങ്കിലുമായിട്ട് ഇപ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ മുറ്റത്ത് അവിടെ ആ റോഡിൻ്റെ സൈഡിലുള്ള പുല്ല് കാര്യങ്ങളൊക്കെ ചെത്തിക്കൊണ്ടിരിക്കും. വീട്ടിനകത്താണെങ്കിൽ ചുമര് അല്ലെങ്കിൽ പറഞ്ഞ ജനല് വാതില് ഒക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും. ചെയ്യാൻ പറ്റണ ലഘുവായിട്ടുള്ള എല്ലാ പണികളും ചെയ്തുകൊണ്ടിരിക്കും. വെയിറ്റ് തൂക്കിയിട്ടുള്ള പരിപാടിയൊന്നും ചെയ്യാൻ വയ്യല്ലോ ഈ പ്രായത്തിൽ. ബാക്കിയുള്ള എല്ലാം ചെയ്യും. ഇപ്പോൾ വെറുതെ ഇപ്പോൾ ആ ബാത്റൂമിൽ അഴുക്കുണ്ട്, ചുമരൊക്കെ അഴുക്കാണ്, ഇതാണ് വൃത്തി കുറവാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കഴുകി വൃത്തിയാക്കിയിരിക്കണം. അത്യാവശ്യമൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്, നിലമൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. ഞങ്ങളെക്കാട്ടിലും വൃത്തി കൂടുതലുള്ളത് അമ്മയ്ക്കാണ്. അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. ഇവിടെ ഏറ്റവും വൃത്തിയുള്ള ആള് അമ്മയാണ്. രണ്ടാമത് വൃത്തിയുള്ള ആള് ഞങ്ങളുടെ കുട്ടിയാണ്. പിന്നെ ഉള്ളത് ഞാനും അമ്മയൊക്കെ. എല്ലാവരും വൃത്തിക്കാരാണ്. ഡിസൈൻ ചെയ്ത് ഇപ്പോൾ 5:51 ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എക്സോസ്റ്റഡായി കിളി പോയിരിക്കുകയാണ്. എനിക്ക് വയ്യ. ക്ലയൻറ്റിന് ഇഷ്ടപ്പെടുന്ന പോലെ ഒരു ഡിസൈൻ ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ ചില്ലറ മെനക്കെടൊന്നുമല്ല. ഒരുപാട് ഇരിക്കണം, ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. അവർ മനസ്സിലൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും, അത് നമ്മൾ കൊണ്ടുവരണം. നല്ല ടാസ്ക്കാണ്. ക്രിയേറ്റീവായിട്ടുള്ള ഫീൽഡിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. വെറുതെ അല്ല, ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂട്. വർക്ക് ചെയ്യാനേ പറ്റണില്ല. മേലത്തെ ഫ്ലോറിൽ കമ്പ്യൂട്ടർ എടുത്തിട്ട് താഴത്തെ ഫ്ലോറിലേക്ക് വരേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ഇതാണ് നമ്മുടെ പണി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കഷ്ടം തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? എന്നാൽ ഈ പരിപാടി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം എനിക്ക് 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെയ്യാൻ തുടങ്ങിയതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൈക്കിള് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തൊട്ട് തുടയ്ക്കാൻ തുടങ്ങിയതാണിത്. 6 മണിയായി. എന്താ കഴിക്കുക? എന്താ ഉണ്ടാക്കുക? അതന്നെ ചോദിക്കണം. എന്താ ഉണ്ടാക്കുക? വേറെ ഇതുണ്ടോ? സേമിയ ഉണ്ടായിരിക്കണോ? മാഗി ഉണ്ടായിരിക്കണോ? മാഗിയാ? അത് എനിക്ക് ഏതാ ഇഷ്ടം? എനിക്കിപ്പോൾ ഏതാ രണ്ടും കണക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ഏതാ വേണ്ടത്? നിങ്ങളെ ഇഷ്ടത്തിനും പറയും, അതിനനുസരിച്ച് ഉണ്ടാക്കാം. എന്നാൽ മാഗി ആക്കിയാലോ? മാഗി എനിക്ക് തീരെ വേണ്ട. ഞങ്ങൾക്ക് അതിനോട് അത്ര 2 ദോശ ഉണ്ടായത് വേണ്ട. ദോശ കഴിച്ച് മതിയായോ? എനിക്ക് ദോശ വേണ്ട. എന്നാൽ ഇനി മാഗി ഉണ്ടാക്കട്ടെ. പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന പരിപാടി ഇപ്പം അതാണ്. മാഗി ആയാലും സേമിയ ആണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്ന് ഇത്തിരി വലിപ്പം കൂടുതലാണ്, ഒന്നിൻ്റെ നൂല് ഇത്തിരി വലിപ്പം കുറവാണ്. വേറെ വ്യത്യാസമൊന്നുമില്ല. ടേസ്റ്റിലും കുറച്ച് വ്യത്യാസമുണ്ട്. ഒന്ന് കുറച്ചൊരു നോൺ വെജ് ടേസ്റ്റ് ആയിരിക്കും, ഒന്ന് ഒരു പക്ക വെജിറ്റേറിയൻ ടേസ്റ്റ് ആയിരിക്കും. എന്തോ എനിക്കിഷ്ടം മാഗിയാണ്. നക്കരുത് കടിക്കരുത് വാങ്ങുന്ന ടേക്കാവും. എന്ത് കാലം എന്ത് തേങ്ങ കടിക്കാറുള്ളൂ. ഒരു ബ്ലേഡ്, ഒരു തേങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. അമ്മ പുട്ടുണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ പിന്നെ വാങ്ങിച്ചു. ബ്ലേഡിൻ്റെ ആവശ്യമുണ്ട്. താടി അവിടെയും ഇവിടെയൊക്കെ കുറേശ്ശെ നര വന്നിട്ടുണ്ട്. കണ്ട, ചുമ്മാ എന്തിനാ വെറുതെ നരം വെച്ച് പുറത്തിറങ്ങണത്? 30s പറഞ്ഞറിയിക്കണം. അല്ലെങ്കിൽ 50-55 തോന്നും. അതാണ് ഈ നരയുള്ള താടിയും വെച്ച് നമ്മൾ പുറത്തിറങ്ങിയാലുള്ള കുഴപ്പം. എടുത്തിട്ട് പോവാം. നാളെ ഏതായാലും ഹോസ്പിറ്റലിലൊക്കെ പോകണതല്ലേ. ചുമ്മാ വയസ്സിനാണെന്ന് തോന്നിക്കണ്ടല്ലോ. ഇപ്പോഴും 30s ആണ്. ഏതെങ്ങനെ പറഞ്ഞ് അറിയിക്കണം. എന്തിന് അമ്മു പഠിപ്പിക്കുന്ന പിള്ളേർ വരെ അങ്കിൾ എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ നരച്ച താടിയും വെച്ച് പുറത്തിറങ്ങിയ പണിയാണ്. എന്തിനാ വെറുതെ ഇതെടുത്ത് കളയണതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എനിക്ക് മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. ഇവിടെ ഉള്ളവർക്ക് അറിയില്ലല്ലോ. ഇവരൊക്കെ തമിഴല്ലേ പറയണത്, ഇവർക്ക് മനസ്സിലാവില്ലല്ലോ നമ്മൾ പറയണത്. ഇത് നമ്മൾ കേരളക്കാർക്ക് മാത്രമല്ലേ മനസ്സിലാവുള്ളൂ. നമ്മുടെ വ്ളോഗ് ഇവിടെ അടുത്തുള്ള നാട്ടുകാർക്ക് ഒരു മനുഷ്യർക്ക് തൊട്ടടുത്തുള്ള ഒരു വീട്ടുകാർക്ക് പോലും അറിയില്ല. നമ്മൾ ഈ വ്ളോഗ് ചെയ്യുന്ന പരിപാടിയും ഇത് വീഡിയോ ഇടുന്ന പരിപാടിയും യൂട്യൂബ് പരിപാടിയും ഒന്നും ആർക്കും അറിയില്ല. മാഗി ഉണ്ടാക്കാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം മാഗി ഉണ്ടാക്കിയിട്ട് കൂടുതലായോ? ഓ, കറണ്ട് പോയില്ലേ? അതിനെ അയച്ചു വിട്ടു. അവിടെ പന്നിക്കുട്ടീനെ പിടിക്കുകയാണ് ഇറച്ചിക്ക് വേണ്ടിയിട്ട്. ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്നതാണ് ഈ പന്നീനെ. ഇവിടെ ചുറ്റും കിടക്കണത് മൊത്തം ചുമ്മാ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പന്നികളല്ല. അതിനൊക്കെ ഓണറുണ്ട്. അവരിവിടെ വളർത്താൻ വേണ്ടി വിടുന്നതാണ്. തിന്നാൻ തീറ്റ കൊടുക്കണ്ടല്ലോ, അയച്ചനെ വിട്ടാൽ മതിയല്ലോ ഈ ഒരു പ്രദേശത്ത്.
അപ്പോൾ ഇവിടെ അങ്ങനെ ചുറ്റി നടന്ന് വിറ്റുള്ളത് മുഴുവൻ തിന്നും. അവർക്ക് വേണ്ട സമയത്ത് അവരെന്ത് ചെയ്യും, ഒരു വല വെച്ചിട്ട് അതിന് പിടിക്കും, അതിൽക്കൂടി ഇതിൽ കൂടി ഇങ്ങോട്ട് ഓടിക്കും. അപ്പോൾ അവർ ഉദ്ദേശിച്ച വഴി കൂടെ ഓടും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അവിടെ ആയിരിക്കും വല വെച്ചിട്ടുണ്ടായിരിക്കുക, നേരെ പിടിക്കുന്നു, കൊണ്ടുപോകുന്നു. ഇപ്പം എന്താ ഇതിന് തിരിച്ച് വിട്ടിരിക്കുക തോന്നുന്നുണ്ട്, കാരണം ചെറുതാവുന്നുണ്ട്, കുട്ടിയായതുകൊണ്ടാ തോന്നുന്നുണ്ട്. ഇനി അതിൻ്റെ തള്ളേനെ മറ്റും പിടിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം കിട്ടിയത് അവർക്ക് പോരാവുന്നുണ്ട് ചെറുതായതുകൊണ്ട്. ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ കരച്ചിലാണ് കേൾക്കുന്നത്. ഓ അതുകൊണ്ട് ജീവൻ തന്നെ. വലേൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുകയാണ്, അതിനെ കിട്ടണില്ലേ. ഓ എനിക്ക് വയ്യ അതിനെ കാണാൻ. അതും പോയാളെ അതിനെ അയച്ചു വിട്ടോ? ഏത് വഴിക്കാ പോണം? പോയോ? ഒച്ച കേൾക്കണില്ല. 3 പിടിച്ചിട്ടുണ്ടായിരുന്നു, 3 പറഞ്ഞയച്ചിട്ടുണ്ട്. കാരണം വലിപ്പം കുറവാണെന്ന് കരുതിയിട്ട് പറഞ്ഞയച്ചതായിരിക്കും. ഇറച്ചി വെട്ടാണ് ഉദ്ദേശമെങ്കിൽ ഇറച്ചി പോരല്ലോ. അതിന് ഇവിടെ കുറേ തള്ളപ്പന്നികളുണ്ട്, കുറേ വലിയ സൈസുകളുണ്ട്, നല്ല നമ്മുടെ കരക്കൊറ്റം വലിപ്പമുള്ള അത്രയും വലിയ സാധനങ്ങളുണ്ട്. ഇത് കുട്ടികളാണ്, ഒരു നായയുടെ വലിപ്പം പോലും തികച്ചില്ലാത്തവറ്റങ്ങളാണ്. അതിനൊക്കെ വിട്ടിട്ടുണ്ട് എന്തായാലും സമാധാനം. കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോഴാണ് നമുക്കൊരു സങ്കടം. അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ചിക്കനൊക്കെ വാങ്ങാൻ ചെല്ലുമ്പോൾ ശരി, നമ്മളെ മുമ്പിൽ വെച്ച് കൊല്ലുമ്പോഴാണല്ലോ സങ്കടം. എനിക്കങ്ങനെയാണ് കേട്ടോ. മുമ്പിൽ വെച്ച് കൊല്ലുമ്പോൾ ഭയങ്കര സങ്കടം. കഴിക്കുന്നതിനൊന്നും ഒരു കേടുമില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് കഴിക്കും. പക്ഷെ മുമ്പിൽ വെച്ച് കൊല്ലുമ്പോൾ ഭയങ്കര വിഷമം, വേദനയാണ്. മുട്ടയിട്ടില്ല, വെജിറ്റബിൾ ഇട്ടില്ല, ഒന്നും ഇട്ടില്ല. ലോകത്തെ ഏറ്റവും സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റിയ വിഭവം ഏതാ ചോദിക്കുകയാണെങ്കിൽ ഒത്തിപ്പോൾ പപ്പടവും, ഒന്ന് ഓംപ്ലേറ്റും, പിന്നെ മാഗിയാണ്. ഇത്ര എളുപ്പത്തിൽ വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല. ഭയങ്കര ഈസിയാണ്. ആണുങ്ങൾക്കും ഉണ്ടാക്കാം, പെണ്ണുങ്ങൾക്കും ഉണ്ടാക്കാം, കുട്ടികൾക്കും ഉണ്ടാക്കാം. മാഗി വിളമ്പിയിട്ടുണ്ട്, എൻ്റേത് ഇവിടെ ഉണ്ട്. കഴിച്ചോളൂ. സ്പൂൺ വേണോ? ഇത്രയൊന്നും വേണ്ടേ? നിങ്ങൾക്ക് സ്പൂൺ തരട്ടെ? ഒന്ന് തുടച്ചാൽ കുറച്ചും കൂടി ഉണ്ട് ഇഷ്ടം. എനിക്കിവിടെ ഉണ്ട്, ചട്ടിയിലുണ്ട്. കഴിച്ചോളും. അങ്ങനെ കുളിച്ച് വന്നു, കമ്പ്യൂട്ടർ റൂമിലെത്തി. ഇനിയിപ്പോൾ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈ കുട്ടി വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.